വചനോദയം. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 6-ാം അധ്യായം 36 മുതൽ 38 വരെയുള്ള തിരുവചനം. നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നതുപോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. നിങ്ങൾ വിധിക്കരുത്, നിങ്ങളും വിധിക്കപ്പെടുകയില്ല. കുറ്റാരോപണം നടത്തരുത്, നിങ്ങളുടെ മേലും കുറ്റം ആരോപിക്കപ്പെടുകയില്ല. ക്ഷമിക്കുവിൻ, നിങ്ങളോടും ക്ഷമിക്കപ്പെടും. കൊടുക്കുവിൻ, നിങ്ങൾക്കും കിട്ടും. അമർത്തി കുലുക്കി നിറച്ചളന്ന് അവർ നിങ്ങളുടെ മടിയിൽ ഇട്ടുതരും. നിങ്ങൾ അളക്കുന്ന അളവുകൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും. വചന വിചിന്തനം. നിങ്ങളുടെ പിതാവ് കരുണയുള്ളവരായിരിക്കുന്നതുപോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് സുവിശേഷം ആരംഭിക്കുന്നത്. കാരുണ്യത്തിലേക്കുള്ള ഈ വിളി ദയയുള്ളവനും ക്ഷമിക്കുന്നവനുമായ പിതാവെന്ന നിലയിൽ ദൈവത്തിൻ്റെ സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കുന്നു. ക്രിസ്ത്യാനികളായ നാം അതേ കരുണ മറ്റുള്ളവരിലേക്കും വ്യാപിപ്പിക്കാൻ ക്ഷണിക്കുന്നു. ആരെയും തിടുക്കത്തിൽ വിധിക്കുകയോ അപലപിക്കുകയോ ചെയ്യരുത്. പകരം അർഹതയില്ലാത്തവരോടുപോലും ദയയും വിവേകവും കാണിക്കുന്നവരാകുക. മറ്റുള്ളവരോട് നാം പ്രകടിപ്പിക്കുന്ന മനോഭാവം നമ്മിൽ പ്രതിഫലിക്കുമെന്ന് വചനം സൂചിപ്പിക്കുന്നു. നാം വിമർശിക്കാനും അപലപിക്കാനും തിടുക്കം കൂട്ടുകയാണെങ്കിൽ സമാനമായ ഒരു വിധിയെ നാം അഭിമുഖീകരിക്കേണ്ടി വരും. അതിനാൽ കൃപയോടെയും വിവേകത്തോടെയും മറ്റുള്ളവരെ സമീപിക്കാൻ വചനം ആവശ്യപ്പെടുന്നു. കൊടുക്കുക, അത് നിങ്ങൾക്ക് ലഭിക്കും എന്ന വചനത്തിലൂടെ ഔദാര്യത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു. ഈ ഭൗതിക സ്വത്തുക്കളെ മാത്രമല്ല, നമ്മുടെ സമയത്തെയും ഊർജത്തെയും സ്നേഹത്തെയും സൂചിപ്പിക്കുന്നു. അനുകമ്പയുടെ ഹൃദയം നട്ടുവളർത്താനും പെട്ടെന്നുള്ള വിധികളിൽ നിന്ന് വിട്ടുനിൽക്കാനും ഉദാരമായ ദാനം പരിശീലിക്കാനും നമ്മെ വിളിക്കുന്ന ഈ വചനഭാഗം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം.